യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് 7 സഭകൾക്ക് ദൂതുകൾ എഴുതുവാൻ അദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ തന്നെ ആഗമന സഭയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം എഴുതുകയാണ്. 7 സഭകളെന്ന് പറയുന്നത് ഇന്ന് ടർക്കിയുടെ പ്രദേശത്തുള്ള എഫേസൂസ്, സ്മിർന, പെർഗമം, തുയത്തൈര, സർദീഷ്, അതുപോലെ ഫിലദൽഫിയ, ലവോദിക്കിയ, ഇങ്ങനെയുള്ള 7 സഭകൾക്ക് കത്തുകൾ എഴുതുവാനായിട്ട് യോഹന്നാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ തേജസ്സിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അഗ്നിയാലയ്ക്കുതുല്യം കണ്ണുള്ളവനും മാറത്ത പൊൻകച്ച് കെട്ടിയവനും വെള്ളോട് സദൃശ്യം കാലുള്ളവനുമായി വലിയ വെള്ളത്തിൻ്റെ നാദം പോലെ ശബ്ദമുള്ളവനായ ക്രിസ്തയേശുവിൻ്റെ സാന്നിധ്യത്തെയും തേജസ്സിനെയും യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുന്നു. ഞാൻ ആദ്യത്തെ സഭയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുകയുണ്ടായി, ഈ യോഹന്നാൻ സാധാരണ അപ്പോസ്തലന്മാർ 12 പേരും യേശുവും കൂടെ കൂടുമ്പോൾ ഒരു കുഞ്ഞനിയൻ അടുത്തിരുന്ന് മാറോട് ചാർജിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്ന ദൈവദാസനായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഈ തേജസ്സും പ്രഭയുമാർന്ന നിലയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കണ്ടപ്പോൾ യോഹന്നാൻ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം ബോധരഹിതനായി യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. അങ്ങനെ കാൽക്കൽ വീഴുന്ന യോഹന്നാനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഈ സഭകൾക്ക് നീ ലേഖനം എഴുതണം, കത്തുകൾ എഴുതണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 സഭകളെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. ഇന്ന് നമ്മൾ സർദീസ് സഭയെക്കുറിച്ച് വായിക്കുകയാണ്, അവരോട് പറയാനുള്ള കർത്താവിൻ്റെ ദൂത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഓരോ കാലഘട്ടവും ത്തേക്കുള്ള രീതിയിൽ അതിനെ പഠിപ്പിക്കാറുണ്ട്. എഫേസൂസിലെ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് അപ്പോസ്തോലിക കാലഘട്ടത്തെക്കുറിച്ചാണെന്നും, സ്മിർന എന്ന് പറയുന്നത് പീഡനമുണ്ടായിരുന്ന 3 വരെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രമാണെന്നും അതിനെ കുറിക്കുന്നുവെന്നും പഠിച്ചു വരുമ്പോൾ, സർദീസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം, അതായത് മാർട്ടിൻ ലൂതർ മുന്നോട്ട് വരികയും ജോൺ കാൽവിൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്ത കാലഘട്ടത്തെ കുറിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാറുണ്ടെങ്കിലും, ഞാനതിനെ പഠിപ്പിക്കുന്നത് എല്ലാ സഭയുടെയും ഒരു ബൈസെക്ഷൻ, ഏത് കാലഘട്ടത്തിലുമുള്ളവരുടെ സഭയുടെ ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ അതിനെ നോക്കുന്ന ഒരു വീക്ഷകന് എന്ത് മൈന്യൂട്ടായിട്ട് അതിനെ കാണാൻ കഴിയുന്നുവോ ആ രീതിയിൽ കർത്താവ് അപഗ്രഥനം ചെയ്തുകൊണ്ട് അഗ്നിജാലയ്ക്ക് തുല്യം കണ്ണുള്ളവനായ കർത്താവ് സഭയെ കാണുകയും ഓരോ വ്യക്തിയോടും ഓരോ സഭയോടുമുള്ള കാര്യങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് എഴുതുകയും ചെയ്യുന്ന ഒരു കത്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സർദീസിലെ സഭയുടെ കത്തെഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് അതിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. 7 നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെവിയുണ്ട്, എന്നാൽ അതിനെ ഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ പദപ്രയോഗം അവിടെ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളവനെന്ന പേരുണ്ട് ഈ സഭയ്ക്ക്. വലിയ ആക്ഷൻസ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു സമ്പന്നമായ സ്ഥലവും സമ്പന്നമായ ഒരു സഭയുമാണ്. പ്രാദേശികമായി നോക്കിയാൽ
ലിതിയൻ കിങ്ഡം, അതിൻ്റെ ഹെഡ് ക്വാർട്ടറായിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ സർഡീസ് എന്ന് പറയുന്ന ഭൂപ്രദേശം. ബിസിനസ് സെൻ്ററാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ള ധാരാളം വൂള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെമ്മരി ആടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കളർ പിടിപ്പിക്കുവാൻ, ഡൈ ചെയ്യുവാൻ പറ്റിയതായിരുന്നു. പർപ്പിൾ കളറുള്ള ഡൈ ചെയ്യുന്ന ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്പിലോട്ടും ഏഷ്യയിലോട്ടും ആഫ്രിക്കയിലോട്ടും ഒക്കെയുള്ള ഒരു മിഡിൽ ഏരിയ ആയതുകൊണ്ട് ഈ അവിടെ നിന്ന് വളരെയധികം എക്സ്പോർട്ട് ആയിട്ട് ഇതൊക്കെ വിലയേറിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുന്ന ബിസിനസ്സും അവിടെ ഉണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രണ്ടും ഒരുപോലെ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു സർദീസ്. അപ്പോൾ ഈ സഭയും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ നോക്കിയാൽ ആ റേഷ്യോയിൽ തന്നെ അല്പം സാമ്പത്തികമൊക്കെ ഉള്ള സഭയാണ്. എന്നാൽ അവരുടെ ആത്മീയ അവസ്ഥയെ നോക്കിക്കൊണ്ട് നീ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആണെങ്കിലും ചിലപ്പോൾ ഈ അമേരിക്ക ഒരു സമ്പന്ന രാജ്യമാണെന്ന് പറയുമ്പോഴും സ്ട്രീറ്റ് പീപ്പിളുള്ളൊരു രാജ്യമാണ്. നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ സഭ തുടങ്ങിയത് തന്നെ, സഭ എന്നുള്ള രീതിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ട്രീറ്റ് പീപ്പിൾ മിനിസ്ട്രിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. സ്ട്രീറ്റ് പീപ്പിളുകളെയാണ് കൊണ്ടുവന്നു വരികയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വിട്ടയക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ സമ്പന്നതയുള്ളപ്പോൾ തന്നെ ദാരിദ്ര്യം, അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുക, അനേക കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവൻ്റെ ചില പ്രവൃത്തികളെന്ന് തോന്നിക്കത്തക്ക കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചലനാത്മകമായ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചുരുക്കം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നമ്മൾ 7 സഭകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 2 സഭകളെക്കുറിച്ച് നല്ല രീതിയിലാണ്, സ്മിർന സഭയെക്കുറിച്ചും ഫിലദൽഫിയ സഭയെക്കുറിച്ചും കർത്താവിന് നല്ല റിപ്പോർട്ടാണ്. ഫിലദൽഫിയ സഭയെക്കുറിച്ച് ദോഷമേ ഒന്നും പറയാനില്ല. എഫെസോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, എന്നാൽ ആദ്യ സ്നേഹം കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ നല്ല കാര്യങ്ങളെ ആദ്യം വെളിപ്പെടുത്തുകയും പിന്നീട് അവരിലുള്ള കുറവുകളെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് എന്ത് കറക്ഷനിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നുള്ള വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു ക്രിസ്തു ആ കർത്തിലൂടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്ന കാര്യമായ ഗുണങ്ങളൊന്നും പറയാനില്ല. ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്മിർന സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്മിർന സഭയെക്കുറിച്ച് കാണുമ്പോൾ പീഡനം ഒരുപാടുള്ള ഏറ്റെടുത്ത ഒരു സഭയാണ്. എന്നാൽ ദൈവം അതിനെ കമൻറ്റ് ചെയ്യുന്നു. നീ ജീവനുള്ളവനാണ്, നിന്നെ കണ്ടാൽ നീ അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട്, മരണകരമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ട്, പീഡനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്നാൽ നീ സജീവമായാണ്, നീ ആത്മാവിൽ ശക്തനാണെന്നുള്ള കമൻ്റാണ് സ്മിർന സഭയെക്കുറിച്ച് പറയുന്നതെങ്കിൽ അതിന് ഏതാണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കമൻ്റാണ് ഈ സഭയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് പറയുന്ന ആരാണ്? ദൈവത്തിൻ്റെ 7 ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് എങ്ങനെ 7 ആത്മാവ്? ഒരാത്മാവ് പോരെ? ഈ 7 ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവർത്തനം, 7 വിവിധ രീതിയിലുള്ള പ്രവർത്തനത്തെ കാണിക്കുന്നു, 7 പൂർണ്ണതയെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം എല്ലാം 7ൻ്റെ ഒരു 7, 12 ഇതുപോലെയുള്ള സംഖ്യകളുടെ ഒരു പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഇതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ കാണിക്കുന്നു. അപ്പോൾ പൂർണ്ണതയുള്ള ദൈവാത്മാവിൻ്റെ വീക്ഷണത്തിലാണ് സഭയെ നിങ്ങൾ എന്നുള്ളത് അവരോട് അറിയിക്കുകയാണ്. അപ്പം അതുപോലെ നമ്മൾ യെശയ്യാ 11:2 കാണുന്നുണ്ട് 7 ആത്മാക്കൾ എന്ന് പറയുന്ന ദൈവാത്മാവ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നു ജ്ഞാനം, പരിജ്ഞാനം, അതുപോലെ വിവേകം, ആലോചന, ബലത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞ് ആ 7 ടൈപ്സ് ഓഫ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ 7 രീതിയിലുള്ള ഒരു വ്യക്തിയിൽ വരുമ്പോഴുള്ള പ്രവർത്തനത്തെ അവിടെ കാണിച്ചു കൊടുക്കുന്നു, പൂർണ്ണതയെ അവിടെ കാണിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. 7 നിലവിളക്കുകൾ എന്ന് പറയുന്നത് നിലവിളക്കെന്ന് പറയുന്നത് ഓരോ ഈ 7 സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ സഭയെക്കുറിച്ചാണ് നിലവിളക്കുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ അവിടെ കീപ്പ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചർച്ച് ദൈവാത്മാവിനാൽ നിയോഗിതവും നിയന്ത്രണവുമായിരിക്കണം. ചട്ടങ്ങളും പ്രമാണങ്ങളും കൊണ്ട് ഒരു കാര്യത്തെ ഏതാണ്ട് ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു അധ്യാപകനാണ്. അപ്പോൾ തന്നെ
കാതലിക് സ്കൂൾ, ഡോൺ ബോസ്കോയുടെ സ്കൂളുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നല്ല വിദ്യാഭ്യാസമാണ്. ഞങ്ങൾക്ക് 7 അവർ ഒരു ദിവസം ഉള്ളതിൽ ഇപ്പോൾ 3 മണിക്കൂർ ഗവൺമെൻറ്റിലുള്ളവർക്ക് ജോലി ചെയ്താൽ മതിയെങ്കിൽ കത്തോലിക്ക സ്കൂളുകളിലുള്ളവർക്ക് 7 മണിക്കൂറും ജോലി ചെയ്യേണ്ടവരുണ്ട്. അവരുടെ ഒരു ഭാഗ്യം 6 മണിക്കൂറേ 6 അവരെ ഉള്ളെങ്കിൽ, 6 പീരീഡേ ഉള്ളെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. അന്ന് ഒരു ചെറിയ റെസ്റ്റ് എടുക്കാം. അതുപോലെ കഠിനമായി ജോലി ചെയ്യും. എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഈ ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്കില്ല. എന്നാൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ബെറ്ററാണ്. കാരണം നന്നായി പഠിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവും. പക്ഷേ ഇവിടെ പറയുന്നത് സഭയോടുള്ള ബന്ധത്തിൽ പറയാണ്, നിനക്ക് അടുക്കും ചിട്ടയൊക്കെ കാണും ബാഹ്യമായിട്ട് നോക്കുമ്പോൾ, ഡിസിപ്ലിനൊക്കെ കാണും. പക്ഷേ ആത്മാവ് നിന്നെ നടത്തുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ നീ കാര്യങ്ങളെ ചെയ്യുന്നത് എന്നുള്ളത് വിചിന്തനം ചെയ്യുന്ന ദൈവാത്മാവ് തന്നെ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ ആത്മാവിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മളിവിടെ എല്ലാ ദിവസവും പറയാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബൈബിളൊക്കെ വായിക്കണം, പ്രാർത്ഥിക്കണം, സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കണം. ഒരു ഡിസിപ്ലിനായിട്ട് അത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിലുപരി ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നുവോ? നാം സ്വയം ശോധന ചെയ്യണമെന്നുള്ള വ്യക്തമായ ഒരു ആഹ്വാനം. നമുക്ക് ചടങ്ങിന് പലതും ചെയ്യാൻ പറ്റും. പിള്ളേരോടെല്ലാം 7 മണിയാകുമ്പോൾ എല്ലാവരും കൂടണം, വൈകിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു നിയമം വെച്ചാൽ പിള്ളേരിരിക്കും. കാരണം അടി കിട്ടുമെന്ന് പേടിച്ചും പക്ഷേ ഡിന്നർ കിട്ടത്തില്ലെന്നുള്ള ഭയപ്പാടിലും ഒക്കെ ചിലപ്പോൾ അവരത് ചെയ്തെന്ന് വരും. എന്നാൽ അങ്ങനെയല്ല. അവർ ദൈവാത്മാവിനാൽ പ്രേരിതമായി സ്നേഹത്തോടും സൗഹാർദ്ദതയോടും ദൈവത്തോടുള്ള ഭയഭക്തിയിലുമാണോ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ദൈവാത്മാവിൽ നടത്തുന്നതിൻ്റെയും ചില റൂള് കൊണ്ടുവന്ന് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് റൂള് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. റൂൾ ഉണ്ടാകണം. അപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ നിയോഗത്താലും ദൈവസ്നേഹത്താലും നാം കടന്നു വന്ന് അവ ചെയ്യുവാൻ ഇടയാകണം എന്ന് പറയുകയാണ്. ഇവിടെ സഭ പാപത്തിലാണ് കിടക്കുന്നത്. സർദീസിലെ സഭ, ഹല്ലേലൂയ. അവരെ ഗൈഡ് ചെയ്യുന്നത് അവരുടെ ജഡമാണ്, ആത്മാവല്ല. അവർക്ക് ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും ഭക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പരിവർത്തനം വരാതെ, ആത്മാവിൻ്റെ പരിവർത്തനം വരാതെയുള്ള കൂട്ടം ആയിട്ട് അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരിൽ ഭൂരിപക്ഷവും അൺഫെയ്ത്ത്ഫുൾ ആയിരുന്നു ദൈവത്തിൻ്റെ നോട്ടത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നീ ചാവാറായിരിക്കുന്ന സമൂഹമേ നിങ്ങൾ ജീവൻ പ്രാപിക്കുക എന്നുള്ള ആഹ്വാനം ഇവിടെ കിട്ടുന്നതിൻ്റെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ലിഥിയൻ കിങ്ഡത്തിൻ്റെ ഹെഡ് ക്വാർട്ടറായിരുന്നു ഇത്. സ്വർണവും വെള്ളിയും ഒക്കെ മൈൻ ചെയ്യുക മാത്രമല്ല, അവിടുത്തെ നദിയിൽ അതിൻ്റെ അയിരികളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. സ്വർണത്തിൻ്റെയൊക്കെ ഒരു വലിയ റിച്ചായിട്ടുള്ളൊരു കൺട്രി ആയിരുന്നത്. BC 549 കോരേഷ് ചക്രവർത്തി, പേർഷ്യൻ ചക്രവർത്തിയായ കോരേഷ് ആ പട്ടണത്തെ കീഴ്പ്പെടുത്തുകയുണ്ടായി. അതുപോലെ BC 195 ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന, അലക്സാണ്ടറിന് ശേഷം ഉണ്ടായിരുന്ന, ചില രാജാക്കന്മാർക്ക് ശേഷം ഉണ്ടായിരുന്ന ആൻറ്റിയോക്കസ് എപ്പിഫാനസ് അതിനെ കോൺകർ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കോൺകർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. കാരണം ഈ പട്ടണം ഇരിക്കുന്നത് ഏതാണ്ട് 1500 അടി കളരത്തിലാണ്. അപ്പോൾ ഇവിടെ പ്ലെയിൻ ആണെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് ഒരു സ്റ്റീപ്പായിട്ട് 1500 അടി ഉയരത്തിൽ ആ പട്ടണം ഇരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ താഴ്വരയിലൂടെ ആരെങ്കിലും വന്നാൽ പടയാളികൾക്ക് ശരിക്കും കാണാം, അറ്റാക്ക് ചെയ്യാം, അവരെ ഓടിക്കാം. അതുകൊണ്ട് ഇവരെ ഒതുക്കുവാൻ, ഇവരെ കീഴ്പ്പെടുത്തുവാൻ വളരെ പ്രയാസമായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി പോലും അതിനെ കീഴ്പ്പെടാൻ നോക്കിയിട്ടില്ല. അതിനുശേഷം ചില രാജാക്കന്മാരുടെ അവരുടെ കുലത്തിൽ തന്നെയുള്ള ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ആണ് പിന്നീട് ഗ്രീക്ക് ചക്രവർത്തിമാരെല്ലാം അതിനെ ഒതുക്കുന്നത്. കോരേഷ്യം ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ഇതിനെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിനെ വീക്ഷിക്കുന്ന ആരെങ്കിലും ശത്രുക്കളോ വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുന്ന വാച്ചേഴ്സ് ഉണ്ട്. ഈ വാച്ചേഴ്സ് ഉറങ്ങിയിരിക്കുകയായിരുന്നു ഈ 2 ടൈമിലും. ഇവർ ഇതിനെ നോക്കുന്നുണ്ട്, ഈ വാച്ചർമാരെന്തോ എടുക്കുന്നു. അപ്പോൾ ഇവർ ഉറങ്ങിയിരുന്ന സമയം നോക്കി, പ്രതികരിക്കാൻ കഴിവില്ലാതെ ഇരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ആ വാതിലിൽ കാവൽ ചെയ്യുന്ന കാവൽക്കാരുടെ അനാസ്ഥ മൂലം കൂട്ടർക്കും അവിടെ കയറാനും അതിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുവാനും കഴിഞ്ഞു.
അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം, എരിവുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം, ഉത്സുകരായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ഉറക്കം തൂങ്ങിയിരിക്കാൻ പാടില്ല. ഞാൻ സഭയിൽ വന്ന് ആരിൽ ഉറങ്ങിയിരുന്നാൽ അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ മന്ദത ഉണ്ടാകാൻ പാടില്ല. ഒരു എരിവുണ്ടായിരിക്കണം, ഒരു ഉണർവുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. ഹല്ലേലൂയ. ഈ സ്ഥലത്തിൻ്റെ ഈ സർദീസിൻ്റെ ഏറ്റവും വലിയ നല്ല കാലം എന്ന് പറയുന്നത് പിന്നെ ഒരു നല്ല സാമ്പത്തികം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. എന്നാൽ ഇതിനെ ഒരു എർത്ത്ക്വേക്ക് മൂലം ഇത് നഷ്ടപ്പെടുകയും അതിനുശേഷം തൈബീറസ് സീസറിൻ്റെ കാലത്ത് ഇതിനെ പുതുക്കി പണിയുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് സീസർ അവർ അതിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ സീസറിൻ്റെ പേരിൽ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. ഒരു ദേവനായിട്ട് അഗസ്റ്റ് സീസറിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിച്ച് ആ സീസറെ തന്നെ ആരാധിച്ചിട്ട് തന്നെ കാര്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലിവിയ എന്നാണ്. എന്നാൽ ലിവിയയെ ചക്രവർത്തിയുടെ വൈഫ് ലിവിയയ്ക്ക് വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കി. ഈ 2 ക്ഷേത്രങ്ങളാണ് ഈ നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലന് ജീവിച്ചിരുന്ന കാലത്തോടുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ. റോമൻ എംപറർക്കും അദ്ദേഹത്തിൻ്റെ വൈഫിനും വേണ്ടിയുള്ള 2 അമ്പലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അതിൻ്റെ പേര് സാർട്ട് എന്നാണ്. സർദീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ടർക്കിയിലുള്ളവർക്ക് അറിയത്തില്ല. സാർട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ റൂയിൻസ് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പ്രൈസ് ദ ലോർഡ്. 1717 മാസീവായിട്ടുള്ള എർത്ത്ക്വേക്ക് അവിടെ ഉണ്ടാകുകയും അതിനുശേഷം അഗസ്റ്റ് സീസർ അതിനെ റീബിൽഡ് ചെയ്യുകയും ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടുത്തെ സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ച ഉണ്ടെങ്കിലും മൊറാലിറ്റിയിൽ വളരെ മോശമായ ഒരു നില കീപ്പ് ചെയ്തവരാണ് ഈ കൂട്ടർ. അവരുടെ മൊറാലിറ്റി വളരെ താണ നിലവാരമായിരുന്നു. എസ്പെഷ്യലി നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ ജാതികളുടെ നിലപാട് നോക്കിയാൽ ധാർമ്മികമായിട്ട് അവർ അധപ്പതിച്ചിരുന്നു ധാരാളം. യഹൂദന്മാർ മാത്രമേ ആ കാലത്ത് മോറലായിട്ടൊരല്പം സ്ഥിരതയുള്ളവരായിട്ടുണ്ടായിരുന്നുള്ളൂ. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും എല്ലാം ധാർമ്മികമായ അധപ്പതനത്തിൽ പ്രത്യേകിച്ച് ഇമ്മോറൽസ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ക്രിസ്ത്യൻ ചർച്ചും ഏതാണ്ട് ഇതേ അനുപാതത്തിൽ ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് കടന്നു വന്നു. സർദീസിലെ സഭയിലും ധാർമ്മിക അധപ്പതനം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരിക്കുന്നു എന്ന് കർത്താവിന് പറയേണ്ട അവസ്ഥ ഈ സഭയോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിൻ്റെ യെശയ്യാ പ്രവചനം എടുത്താട്ടെ. അതിൻ്റെ 11:2 വായിക്കാം. ഐസയ ചാപ്റ്റർ 11 വേഴ്സ് 2. അപ്പോൾ ആത്മാവിൻ്റെ പൂർണ്ണതയാണ് ഇത് കാണിക്കുന്നത്. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം എല്ലാം ദൈവാത്മാവുള്ളവനിൽ ദൈവം തരുന്നു. അത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടത്തില്ല. ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിക്കും ഈ വിവേകവും വിവേചനവും ഒന്നുമില്ലാത്ത വിവരം കെട്ട രീതിയിൽ ജീവിക്കാൻ കഴിയും. വിവരം കെട്ട ഡോക്ടേഴ്സ് കാണും, ഡോക്ടറേറ്റ് എടുത്തവർ. എന്നാൽ വിവരമുള്ള അൺഎഡ്യൂക്കേറ്റഡായിട്ടുള്ള പ്രൈമറി പത്രം പഠിച്ചവർ കാണും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിൽ വരുമ്പോൾ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഒക്കെ ദൈവം കൊടുത്ത് സഹായിക്കുകയാണ്. അപ്പോൾ ഇവിടെ സഭയ്ക്കൊരു പ്രബോധനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നീ ഉണർന്നു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. കുറച്ച് പേര് മലിനമാകാതുണ്ട്. അങ്ങനെയുള്ള ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. ബി വാച്ച്ഫുൾ, കെയർഫുള്ളായിട്ട് സൂക്ഷ്മതയോടെ ദർശിക്കുന്നവരായിരിക്കണം. കാരണം എന്താണ്? നമുക്കൊരു പ്രതിയോഗിയായ പിശാചുണ്ടെന്നറിയണം. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വേട്ടയാടണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഉണർവുള്ളവരായിരിക്കണം എന്ന് അവിടെ ദൈവവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കോട്ട കാത്തുകൊള്ളുക. നമ്മുടെ ജീവിതമാകുന്ന കോട്ട, നമ്മുടെ സഭയാകുന്ന കോട്ടയെ കാത്തുകൊള്ളേണ്ട, ആത്മീയമായി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്.
അതുപോലെ കേട്ടത് കാത്തുകൊള്ളണം. നമ്മൾ ഈ സഭയെ കേൾക്കുന്നത് കളഞ്ഞു വെച്ച് പിന്നെ പോയി നാളെ പിന്നീടൊന്നും അതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. കേട്ടത് കാത്തുകൊള്ളണം. എല്ലാവരും കേൾക്കുന്നത് പോലും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധയോടെ കേൾക്കണം. കേട്ടത് കളയരുത്. ആ കേട്ടത് കാത്തുകൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം? കേട്ടത് മാത്രമല്ല, മാനസാന്തരപ്പെടണം. സഭയോടും സഭയ്ക്ക് വെളിയിലുള്ളവരോടോ ജാതികളോടോ മാത്രമല്ല മാനസാന്തരപ്പെടാൻ പറയുന്നത്. സഭയോട് ഇവിടെ ദൂത് എഴുതുമ്പോൾ പറയാം, നീ മാനസാന്തരപ്പെടണം. ഈ 7 സഭകൾക്ക് എഴുതുമ്പോൾ ബഹുഭൂരിപക്ഷം സഭകളോടും കർത്താവിന് പറയാനുള്ള ഒരു പദപ്രയോഗം റിപ്പൻ്റ് എന്നാണ്. ഈ ആദ്യ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. എഫേസോസ് സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ പറയും നല്ലൊരു സഭയാണെന്ന് പറയും. പക്ഷെ കർത്താവ് ഇത് ഗുണങ്ങളെല്ലാം പറഞ്ഞു. അത്രയും ഗുണങ്ങളുണ്ടായിരുന്നോ നല്ലൊരു സഭ എന്ന് നമ്മുടെ തല കുലുക്കി സമ്മതിക്കും. എന്നാൽ കർത്താവിന് പറയാനുള്ളത്, എന്നാൽ ഒരു ചെറിയ കുറ്റം ഞാൻ നിന്നിൽ കാണുന്നു. ചെറുതെന്നല്ല പറഞ്ഞു, ഒരു തെറ്റ് നിനക്കുണ്ട്. നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. ആദ്യ കാലങ്ങളിൽ നിനക്കുണ്ടായിരുന്ന ആ താല്പര്യത്തിലേക്ക് നീ മടങ്ങി വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ നീ മാനസാന്തരപ്പെടേണ്ട അനിവാര്യത നിനക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സഭയെ പൂർണ്ണതയുള്ളതായിട്ട് ഇവിടും കാണുന്നില്ല. വെള്ളയെടുപ്പ് ധരിച്ച കുറേ പേരുണ്ട്. പക്ഷെ പൂർണ്ണതയെ കാംക്ഷിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ വ്യക്തികളും ആത്മീയമായി ഉണർച്ച പ്രാപിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷം നമ്മൾ കേൾക്കും. എന്താണ് ഈ പിടിച്ചു കൊള്ളേണ്ടത്? ഈ സുവിശേഷം കേൾക്കുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നാം കേട്ടു, സുവിശേഷം നമ്മെ സ്വാധീനിച്ചു, അതിനെ നമ്മൾ കൈക്കൊണ്ടു. അങ്ങനെ നാം വ്യത്യസ്തമുള്ള ജീവിതങ്ങളായി മാറി. ഭക്തി നമ്മിലേക്ക് വന്നു, ആവേശം നമ്മളിലുണ്ടായി, എരിവ് നമുക്ക് വന്നു, വിശ്വാസം നമ്മിൽ വർദ്ധിച്ചു, സമർപ്പണം നമ്മളിലുണ്ടായി, ശുശ്രൂഷ നമ്മളിലൂടെ വെളിപ്പെട്ടു വന്നു. ഇവയൊക്കെ നമ്മൾ ഓർത്ത് അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാ ആ നിർദ്ദേശമാണ് കർത്താവ് ഇവിടെ തരുന്നത്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് ഇച്ചിരി സ്ട്രോങ് വേർഡ് ഉപയോഗിക്കണം. കൽപ്പന ദൈവം തരികയാണ്. നിങ്ങൾ എന്തൊക്കെ സുവിശേഷത്തിലൂടെ പ്രാപിച്ചു, നിങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കി, അതിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടോ, തീഷ്ണത കുറഞ്ഞിട്ടുണ്ടോ, എരിവ് കുറഞ്ഞിട്ടുണ്ടോ, അതിനെ പുതുക്കി മുന്നേറുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ റിഫർമേഷൻ ടൈമിൽ കത്തോലിക്ക സഭ പല ട്രഡീഷനിലും അനുഷ്ഠിച്ച് ജീവിച്ചപ്പോൾ മാർട്ടിൻ ലൂതറും അതുപോലെ ജോൺ കാൽവിനും എല്ലാം കൂടി തീരുമാനിച്ചതിന് ശേഷം വ്യത്യാസം ഉണ്ടാകണം. അവർ സോള എന്ന ലാറ്റിൻ വേർഡ് ഉപയോഗിക്കാൻ തുടങ്ങി. 5 സോളാസ് അവരുപയോഗിച്ചു. അത് ഒന്നിതാണ് സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ എലോൺ. എലോൺ എന്നുള്ള അർത്ഥമാണ് സോള എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ എലോൺ. സുവിശേഷം മാത്രമാണ് മാനസാന്തരത്തിന് പ്രയോജനീഭവിക്കുന്നത്. തിരുവെഴുത്ത് മാത്രമാണ് രക്ഷയിലേക്ക് ജനങ്ങളെ നയിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ വേറൊരു സോള ക്രിസ്റ്റസ് സോള ക്രിസ്റ്റസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എലോൺ, ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. അടുത്തത് സോള ഫൈഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രമാണ് ദൈവത്തിലോട്ട് നമ്മളെ അടുപ്പിക്കുന്ന പ്രക്രിയ. നാലാമത്തേത് സോള ഗ്രാഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേസ് എലോൺ, നമ്മൾ കൃപയിലേക്ക് വന്നത്, രക്ഷയിലേക്ക് വന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. അടുത്തതായിട്ടുള്ള സോള ഡി ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ ഗ്ലോറി ടു ഗോഡ് അലോൺ. ഇതാണ് റിഫർമേഷൻ ടൈമിൽ കൊണ്ടുവന്നതായ 5 വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ ആൻഡ് ഗ്ലോറി ടു ഗോഡ് അലോൺ. ഇതാണ് വിശ്വാസത്തിൽ. ഇത് പറയാൻ കാര്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ് അലോൺ എന്ന് പറയാൻ കാരണമുണ്ട്. അവിടെ പത്രോസ്, പൗലോസ് ഇവരെ എല്ലാം ആരാധിക്കുക. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയുള്ള എല്ലാ ഭക്തന്മാരെന്നല്ല, നമ്മളതിനെന്താ ഉപയോഗിക്കുന്ന പദം, വിശുദ്ധന്മാർ. ഈ വിശുദ്ധന്മാരെ എല്ലാം ആരാധിക്കുമ്പോൾ പറയുകയാണ്,
എന്താണ് ഇവർ ഈ വിശ്വാസത്തിലേക്ക് വന്നവർ പറയുന്നത്? ദൈവം അവർ എടുത്ത തീരുമാനം ഗ്ലോറി ടു ഗോഡ് അലോൺ. അത് അപ്പോസ്തലന്മാർക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. യേശുവിൻ്റെ അമ്മ വിശുദ്ധയായിരുന്നു, കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ഷെയർ ടു ഹെർ. ഗ്ലോറി ടു ഗോഡ് അലോൺ. ദൈവവചനത്തിന് മാത്രം ഫോക്കസ് കൊടുക്കണം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ട്രഡീഷൻസിനും അല്ല, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇവയെ നീ കാത്തുകൊള്ളണം എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവത്തിന് മാത്രം മഹത്വം കയറ്റിക്കൊണ്ട്, തിരുവചനത്തിന് മാത്രം ആധാരമാക്കിക്കൊണ്ട്, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് മാത്രം ഫോക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരപ്പെടണം. നിന്നെ കണ്ടം ചെയ്ത് നരകത്തിയിട്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടണം. റിപ്പൻറ്റ് എന്നുള്ള കമാൻഡാണ് തരുന്നത്. അപ്പം നീ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഈ കേട്ട വചനങ്ങളെ നീ കാത്തുകൊള്ളണം. മാനസാന്തരപ്പെടണം. മുന്നറിയിപ്പുണ്ട്, നീ ഉണരാഞ്ഞാൽ ഞാൻ കള്ളനെ പോലെ വരും. ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. ഇവിടെ ഒരു വാക്തത്വം കർത്താവ് തരുന്നുണ്ട്. 4-5 വാക്യങ്ങളിലാണ് അത് കാണുന്നത്. 3-4-5 വാക്യങ്ങൾ. അപ്പോൾ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് നിനക്കുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഗുണം ആ സഭയെക്കുറിച്ച് പറയാനുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് നിനക്കുണ്ട്. ബഹുഭൂരിപക്ഷവും അല്ലതാനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഈ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ലോകം മുഴുവൻ വഷളായി, ദൈവഹിതത്തിൽ നിന്ന് മാറി. അപ്പോൾ ഒരു കുടുംബത്തെ ദൈവം കണ്ടു. അതാരുടെ കുടുംബമായിരുന്നു? നോഹയുടെ കുടുംബത്തെ ദൈവം കണ്ടു. അതുപോലെ സ്വതോം ഗൊമോറായെ നശിപ്പിക്കാൻ കർത്താവ് പോവുകയാണ്. ദൂതന്മാർ പോവുകയാണ്. നമ്മൾ ഉൽപ്പത്തി 18-19 കാണുമ്പോൾ അവിടെ സോതോമിനെയും ഗോമോറായെയും തീ ഭസ്മമാക്കാൻ പോവുക. പക്ഷേ അവിടെ ഒരാൾ മധ്യസ്ഥനായിട്ട്, നീ 40 വിശുദ്ധന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? ഇല്ല. 35 ആണല്ലോ? ഇല്ല. പ്ലീഡ് ചെയ്യുകയാണ്. 10 വിശുദ്ധന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? അത്രയും വരെ വന്നു കേട്ടോ. നമുക്കന്ന് അത്രയും പിടിച്ച് നിൽക്കാനൊക്കത്തില്ല. 40 തുടങ്ങി, 35 തുടർന്ന്, 30 വന്ന്, 25 തുടങ്ങി, 20 വന്നിട്ട് 10 വന്നിരിക്കുകയാണ് എബ്രഹാം. അവിടെ 10 മര്യാദക്കാർ പോലും ഇല്ലായിരുന്നു. പിന്നെയും ഒരു കുടുംബം, ലോത്തിൻ്റെ കുടുംബത്തിന് വലിയ കുഴപ്പമില്ല. വലഞ്ഞു പോയ നീതിമാൻ. അബ്രഹാമിനെ ഓർത്ത് വലഞ്ഞു പോയ ലോത്തിൻ്റെ കുടുംബത്തെ വിടുവിച്ചതിന് ശേഷമാണ് അവിടെ എന്ത് വന്നത്? നാശം വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഉണർന്നിരിക്കണം, ഉത്സുകരായിരിക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം. ചത്ത അനുഭവത്തിലല്ല, ജീവനുള്ളവരുടെ അനുഭവത്തിൽ, ആത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും ജീവിക്കുന്ന സഭയായിരിക്കാൻ നമുക്കിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.